മക്കളോടൊപ്പമാണ് അമ്മമാർ രാവിലെ. കാരണം മക്കൾക്ക് ഇനി ജോലിക്ക് പോകണമെങ്കിൽ അമ്മമാരെ വോട്ട് ചെയ്യിച്ചിട്ട് വേണം പോവാൻ. അതുകൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യുന്ന ആളുകൾ, വർഷങ്ങളായി വോട്ടുകൾ ചെയ്യുന്ന ആളുകൾ. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കുറച്ച് പ്രത്യേകതകളുള്ളതാണ്. ഓരോരുത്തരും പറയുന്നത് അവരവർ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് തന്നെയാണ്. ഓരോ സ്ഥാനാർത്ഥികളുടെയും വിജയം ഉറപ്പാക്കും, അല്ലെങ്കിൽ ഉറപ്പാക്കാനായാണ് തങ്ങൾ വോട്ട് കുത്തിയത് എന്നവർ പറയുകയും ചെയ്യുന്നു. എന്തായാലും രാവിലെ സാമാന്യം ഭേദപ്പെട്ട തിരക്ക് മിക്ക പോളിംഗ് ബൂത്തുകളിലും പ്രകടമാണ്. ആദ്യ മണിക്കൂറിൽ മഴയൊരു വില്ലനായി മാറുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ആ മഴ ഇപ്പോൾ വലിയ തോതിൽ പെയ്ത മഴ ഇപ്പോൾ ചാറ്റൽ മഴയായി മാറിയിരിക്കുന്നു. കാലാവസ്ഥ അങ്ങേയറ്റം പ്രതികൂലമാവും മുമ്പ് പരമാവധി വോട്ടുകൾ രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലാണ് ആളുകൾ. മുന്നണികളും അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്തായാലും വലിയൊരു പോളിംഗിലേക്ക് നീങ്ങുമോ? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ആവേശം അത് വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിലും ഉണ്ടാകുമോ എന്നത് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. അനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ നല്ല ജനപങ്കാളിത്തം കാണുന്നുണ്ട്. ഇനി ഈ പറയുന്നത് പോലെ ഈ പ്രചാരണം എത്ര കണ്ട് ജനങ്ങളെ സ്വാധീനിച്ചു എന്നറിയുന്നത് വരും മണിക്കൂറുകളിലേക്കായിരിക്കും. ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ തിരക്കൊഴിവാക്കി വന്ന് നേരത്തെ വോട്ട് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാം എന്ന് കരുതുന്നവരുടെ ഒരു തിരക്കാണെങ്കിൽ, അങ്ങനെ ഈ ഒരു പ്രക്രിയയോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ അതിലേക്ക് പങ്കുചേരാൻ അത്ര താല്പര്യമില്ലാതെ നിൽക്കുന്ന ആളുകളെ എത്ര കണ്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ ഈ പ്രചാരണത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ നിർണായകമാവുക പുതിയ വോട്ടർമാർ. 7787 പുതിയ വോട്ടർമാരാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. 263 പോളിംഗ് ബൂത്തുകളിൽ ആയി 7787. 373 പ്രവാസി വോട്ടർമാരും നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഈ പുതിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ എത്ര കണ്ട് ഈ പ്രചാരണത്തിന് കഴിഞ്ഞിട്ടുണ്ട്? അനീഷ്, അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കാരണം നമുക്കറിയാം ഒരു 15,000 വോട്ടിൻ്റെ ഒക്കെ ഒരു വ്യത്യാസമാണ് അവിടെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും തമ്മിലുള്ളത്. ഈ അൻവർ എഫക്റ്റ് എന്നത് നമ്മൾ കാര്യമായി തന്നെ പരിഗണിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന വോട്ടുകൾ എങ്ങോട്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത്, പുതിയ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കാൻ ആലോചിക്കുന്നു, അത് രണ്ടാമത്തെ കാര്യം. ഈ ഘടകങ്ങളൊക്കെ ഇന്നത്തെ ദിവസം എത്ര കണ്ട് പോളിംഗിനെ സ്വാധീനിക്കാനിടയുണ്ട്? കുറച്ചധികം വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ ആര്യാടൻ മുഹമ്മദിന്റെ ഒരു ആധിപത്യം പ്രകടമായിരുന്ന ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ. പക്ഷേ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ അത് ഇടതുപക്ഷത്തേക്ക് ചായുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതിൽ PV അൻവർ എന്ന പഴയ കോൺഗ്രസുകാരനാണ് ഈ മണ്ഡലം LDFിന് വേണ്ടി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഏറ്റവും സജീവമായി ചർച്ചയിൽ നിന്ന ഒരു വിഷയം PV അൻവർ തന്നെയായിരുന്നു. അതുകൊണ്ട് അൻവർ എത്രമാത്രം വോട്ടുകൾ ഇത്തവണ പിടിക്കും എന്നത് ആശ്രയിച്ചിരിക്കും ഇത്തവണ പ്രധാന മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് വിജയം. രാവിലെ നമ്മളോട് സംസാരിച്ച ആര്യാടൻ ഷൌക്കത്തും PV അബ്ദുൽ വഹാബ് MP അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അൻവർ തങ്ങൾക്കൊരു ഘടകമേ ആയി മാറില്ല. അൻവർ പിടിക്കുന്ന വോട്ടുകൾ അത് LDFിന്റെ ഭാഗത്തു നിന്നും നഷ്ടപ്പെടുന്ന വോട്ടുകളാണ്. കാരണം കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്ന ആളാണ് PV അൻവർ. അതിനുശേഷം 2 തവണ മത്സരിച്ചു. അതുകൊണ്ട് ഈ LDFിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല. കുഞ്ഞാലി വിജയിച്ചൊക്കെ ഒഴിവാക്കിയാൽ പലപ്പോഴും ഈ ആര്യാടൻ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് നല്ല വോട്ട് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള വ്യത്യാസം ഈ അൻവർ പിടിച്ച വോട്ടുകളാണ്. അതുകൊണ്ട് അൻവർ വീണ്ടും സ്വതന്ത്രനായി അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്നും അൻവറിലേക്ക് ഒഴുകിയ വോട്ടുകൾ അത് തിരിച്ചു കോൺഗ്രസിന് തന്നെ നൽകും. കാരണം അൻവർ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. അൻവർ വിജയത്തിൽ നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന് UDF വിലയിരുത്തുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അൻവർ രാജിവെച്ചതുകൊണ്ട് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഒരു മണ്ഡലത്തിന്റെ MLA ആയാൽ നിരുത്തരവാദപരമായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മാറുമ്പോൾ ആ മുന്നണി വിടുകയും മണ്ഡലത്തെ അനാഥമാക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് എന്തിന് വീണ്ടും ഒരവസരം കൂടി നൽകണമെന്ന ഒരു ചോദ്യം UDF ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അൻവറിലേക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നൊരു ശുഭപ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ CPM പ്രതീക്ഷിക്കുന്നത് അൻവർ കോൺഗ്രസിൽ നിന്നും അൻവർ വഴി LDFിലേക്ക് എത്തിയ വോട്ടുകൾ LDFിൽ തന്നെ നിലനിൽക്കും എന്ന ഒരു പ്രതീക്ഷ LDFിനുമുണ്ട്. പക്ഷേ ഈ 2
എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറവുമാണ്. അൻവർ പരമാവധി വോട്ടുകൾ പിടിക്കും, അല്ലെങ്കിൽ ഒരു 15,000-ഓ 20,000-ഓ വോട്ടുകൾ പിടിച്ചാൽ അത് രണ്ട് മുന്നണികളുടെയും സാധ്യതകളെ ബാധിക്കും. പക്ഷേ CPM പറയുന്നു അത്തരത്തിൽ വലിയ തോതിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ ബാധിക്കുക കോൺഗ്രസിനെ തന്നെയാവും. അതായത് കോൺഗ്രസിൽ നിന്നും അൻവർ വഴി LDFിലേക്ക് എത്തിയ വോട്ടുകൾ അത് തങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു വ്യത്യാസമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളെ നിർണ്ണയിക്കുക. അതുകൊണ്ട് അൻവർ ഫാക്ടർ ഏത് തരത്തിൽ പോകും എന്നതാണ് ഏറ്റവും നിർണായകമായി മാറുന്നത്. ഒപ്പം ഈ 7,787 പുതിയ വോട്ടുകളാണ് മണ്ഡലത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നത്. കാരണം 2,000-നടുത്ത് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ LDF വിജയിച്ചത്. അതുകൊണ്ട് ആ പുതിയ 7,000 വോട്ടുകൾ ഏത് പക്ഷത്തേക്ക് ചായും? 7,000-ൽ ഒരു വലിയ പങ്ക് വോട്ടുകൾ ഒരു വശത്തേക്ക് മാറിയാൽ ഒരുപക്ഷെ ഈ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമായി തന്നെ ഈ പുതിയ വോട്ടുകൾ മാറുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വോട്ടുകളിൽ ഇരു കൂട്ടരും ലക്ഷ്യം വെക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ അൻവർ രാജിവെച്ച സമയത്ത് തന്നെ പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിന് അരയും തലയും ഉറക്കി ഈ UDFും LDFും ഒക്കെ രംഗത്തെത്തുകയും പരമാവധി പുതിയ വോട്ടുകൾ ചേർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. മണ്ഡലത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ തുടങ്ങി അങ്ങനെയൊക്കെയുള്ള ഈ മണ്ഡലത്തിൽ പോൾ ചെയ്യപ്പെടാതിരിക്കാൻ സാധ്യതയുള്ള വോട്ടർമാരെ പരമാവധി ഇന്നും നിലയുമായൊക്കെ മണ്ഡലത്തിൽ എത്തിച്ചിരുന്നു മുഖ്യ മുന്നണികളൊക്കെ. അതുകൊണ്ട് ഒരു വോട്ട് പോലും പാഴാവില്ല, അല്ലെങ്കിൽ ഒരു വോട്ട് പോലും പോൾ ചെയ്യപ്പെടാതെ പോകരുത്. അതായത് ഉറച്ച വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു നടപടിക്രമം ഉണ്ടായി. മഴയടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. വർഷകാലത്താണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുമ്പോൾ ഈ മഴക്കാലം അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയൊക്കെ പരിഗണിച്ചൊക്കെയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായി മാറിയ സാഹചര്യം, അതുകൊണ്ട് മഴ കണക്കിലെടുത്ത് ഇനിയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ് നമ്മൾ നിലമ്പൂരിൽ കണ്ടത്. അതുകൊണ്ട് ഒരുപാട് ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നുണ്ട്. ഇവിടെ തീർച്ചയായും 7,000-ലധികം വരുന്ന പുതിയ വോട്ടുകളും അൻവറിന്റെ വിജയം നിർണ്ണയിച്ച കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ വോട്ടുകളും എവിടേക്ക് പോകും, അൻവർ എത്രമാത്രം വോട്ടുകൾ ഇവിടെ സമാഹരിക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നിർണായക ഘടകമായി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക. എന്തായാലും അതിന്റെ ഒരു ആവേശം ആദ്യ മണിക്കൂറുകളിൽ പ്രകടമാണ്. പരമാവധി വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുന്നു. മഴയ്ക്ക് മുമ്പേ വോട്ടവകാശം രേഖപ്പെടുത്തി മടങ്ങുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും വലിയ പ്രതീക്ഷകളുണ്ട്. അമ്മ എങ്ങനെ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. എന്താ രാവിലെ തന്നെ വന്നത്? എല്ലാ തവണയും രാവിലെയാണോ വരാറോ അതോ ഇത്തവണ? അങ്ങനെയൊന്നുമില്ല, സമയത്തിനനുസരിച്ച് മോന് പണിക്ക് പോകാൻ വേണ്ടിട്ട് അപ്പൊ അവന്റെ കൂടെ പോന്ന. അപ്പൊ പണിക്ക് മോൻ ഇവിടെ കൊണ്ട് വോട്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്തിട്ടാ പോണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ആവേശമൊക്കെ? തെരഞ്ഞെടുപ്പ് ആവേശമൊക്കെ ഉണ്ടായിരുന്നു, ഉഷാറായിരുന്നു. ഇതാണ് ഈ പറയുന്നത്. നമ്മൾ കണ്ട പല ആളുകളും ഇതുപോലെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് ജോലിക്ക് പോകാൻ, ഈ മക്കളുടെ കൂടെയൊക്കെയാണ് വരുന്നത്. അവർ അമ്മമാരെ വോട്ട് ചെയ്യിച്ചിട്ട് അവർ ജോലിക്ക് പോകുന്നു, ഒപ്പം അമ്മമാർ ജോലിക്ക് പോകുന്നു, അല്ലേ എന്ന രീതിയിലാണ് വോട്ട് ചെയ്ത ശേഷം. തന്നെ വരാനൊന്നും വയ്യ, എന്നാലും വന്ന് വോട്ട് ചെയ്യണം. അതാണ് പലർക്കും തന്നെ വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മക്കൾ രാവിലെ വന്ന് വോട്ട് ചെയ്യിച്ച ശേഷം അവർ മടങ്ങുന്ന കാഴ്ച, കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച. എന്തായാലും ഈ കാലാവസ്ഥ ഒരു 1-2 മണിക്കൂർ അനുകൂലമായി നിന്നാൽ, ഈ മഴ ഒന്ന് തോർന്നു കിട്ടിയാൽ കൂടുതൽ ആളുകൾ ബൂത്തുകളിലേക്ക് എത്തും. ഇപ്പോഴും തരക്കേടില്ലാത്ത വരി പോളിംഗ് ബൂത്തുകളിൽ ഉണ്ട് എന്ന വിവരം തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ശ്രീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 263 പോളിംഗ് ബൂത്തുകൾ